മലപ്പുറം വളാഞ്ചേരിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന 9 പേരിലാണ് ഇന്ന് HIV സ്ഥിരീകരിച്ചതായിട്ടുള്ള വാർത്ത ഞാൻ ഇന്ന് കണ്ടിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് മറ്റൊരാൾ ഉപയോഗിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻ പകരുമെന്നുള്ള കാര്യം. ഇത് മലപ്പുറത്തെ കാര്യം. 2024 ജൂലൈ ത്രിപുരയിൽ ഇതേപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന 800-ൽ പരം കുട്ടികളിലാണ് HIV പോസിറ്റീവ് ആയിട്ടുള്ളത്. ഇതിൽ പല കുട്ടികളും ഒരേ ക്ലാസ്സിലും ഒരേ കോളേജിലും പഠിക്കുന്നവരാണ്. അതുപോലെ WHO 2020 കണക്ക് പ്രകാരം അപ്രോക്സിമേറ്റ്ലി 11 മില്യൺ ആൾക്കാരാണ് ഇതുപോലെ ഇഞ്ചക്ട് ചെയ്യുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. ഇതിൽ 8-ൽ ഒരാൾക്കാണ് HIV സ്ഥിരീകരിക്കാറുമുള്ളത്. HIV മാത്രമല്ല, ഇതുപോലുള്ള ഇഞ്ചക്ട് ചെയ്യുന്ന മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ പകരുന്ന അസുഖങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബിയും പിന്നെ ഹെപ്പറ്റൈറ്റിസ് സിയും അതുപോലെ ട്യൂബർകുലോസിസും ഇതുപോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാവുന്ന കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, ലൈഫിൽ ഒരു ക്വാളിറ്റിയും കീപ്പ് ചെയ്യാത്ത ആളുകളാണ് ഇതുപോലുള്ള മയക്കുമരുന്നെല്ലാം വിൽക്കുക. അതുപോലെ ഇവരുടെ അടുത്ത് നിന്ന് ഈ മയക്കുമരുന്നെല്ലാം വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് തന്നെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്കും എല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.